നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാധാരണ മരുന്നുകൾ കൊടുക്കാറുണ്ടല്ലോ, അതിന്റെ കൂട്ടത്തില് ഈ ഗുളികയും കൂടി ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവും. നന്ദിതയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എങ്ങനെയെങ്കിലും ഇല്ലാതായി കിട്ടണം ചേച്ചി, അല്ലാതെ നമുക്ക് രക്ഷയില്ല. ആ കുഞ്ഞ് വന്നാ പിന്നെ ഈ വീടിന്റെ ഭരണവും നമുക്ക് രണ്ടുപേർക്ക് അവകാശപ്പെട്ട സ്വത്ത് മുഴുവനും ആ നന്ദിത തട്ടിയെടുക്കും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ മുളയെ നുള്ളണം. ഇതൊക്കെ നീ എന്നോട് സംസാരിച്ച കാര്യങ്ങളാണോ സിനു? പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ, അവളുടെ ഗർഭം കലക്കാനായിട്ട് വാങ്ങിച്ച ഈ ഗുളിക എങ്ങനെ അവൾക്ക് നൽകും എന്നുള്ളതാ. എന്തായാലും എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാ അത് പിടിക്കപ്പെടുന്നുള്ള കാര്യം ഉറപ്പാ. ചേച്ചി കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? സാധാരണ ആരാ അവൾക്ക് മരുന്ന് കൊടുക്കാറുള്ളത്? ഇവിടുത്തെ പുതിയ വേലക്കാരി ഗൗരി. ഗൗരി ഇങ്ങോട്ട് വിളിക്കേ, ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവളോട് നീ എന്ത് പറയാനാ? ചേച്ചി, കാശ് കൊടുത്താൽ നടക്കാത്ത എന്ത് കാര്യം ലോകത്തുള്ളത്? ഗൗരിക്ക് നമ്മൾ കാശ് കൊടുക്കും, എന്നിട്ട് അവള് സ്ഥിരമായിട്ട് നന്ദിതയ്ക്ക് കൊടുക്കുന്ന മരുന്നുകളുടെ കൂട്ടത്തില് ഈ ഗുളിക കൂടെ വെച്ചു കൊടുക്കാൻ പറയും. ഗൗരി ഇവിടുത്തെ പുതിയ സെർവന്റാ. അവൾക്ക് ഈ വീടും ഇവിടുത്തെ ആളുകളും ഒക്കെ പുതിയതാണ്. എങ്കിൽ പിന്നെ കാര്യങ്ങൾക്ക് എളുപ്പമായി. പുതിയ ആളാണെങ്കിൽ അമ്മയുമായും സുമിതേടത്തിയുമായൊന്നും അത്ര എളുപ്പമൊന്നും കാണില്ല. കാശ് കൊടുത്ത് അവളെ നമുക്ക് കൂടെ നിർത്താം. എന്തായാലും ചേച്ചി അവളെ ഇങ്ങോട്ട് വിളിക്കും, നമുക്ക് സംസാരിച്ച് ഡീൽ ഉറപ്പിക്കാം. സനു, എനിക്കെന്തൊരു പേടി പോലെ. ഇനിയിപ്പോ പ്ലാനിങ്ങിനും പാങ്ങിയാനോ എല്ലാം കൂടെ നമ്മുടെ തലയിലാവോ? ചേച്ചി ഇങ്ങനെ പേടിക്കാതെ. ഇനി അഥവാ പണിയായാലും സമർത്ഥമായി കുറ്റം തലയിൽ വെച്ച് കൊടുക്കാനുള്ള ഒരാള് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതാരാ? വേറെ ആരുമല്ല, നന്ദിതയുടെ സ്വന്തം ചേച്ചി സുമിത. അനിയത്തി തന്നെക്കാൾ മുന്നേ ഗർഭിണിയായതിലുള്ള ഈഗോ മൂത്ത് സുമിത ചെയ്തതാണെന്ന് വരുത്തി തീർക്കാം. സത്യം പറയാലോ, അമ്മയുടെ കുരുട്ടുബുദ്ധി മുഴുവൻ കിട്ടിയിരിക്കുന്നത് നിനക്കാ. ഞാൻ എന്തായാലും ഗൗരി ഒന്ന് ഒതുക്കത്തെ വിളിച്ചോണ്ട് വരാം. കാര്യങ്ങളൊക്കെ നീ തന്നെ പറഞ്ഞാ മതി. മതിയമ്മ, മതി. ദാമോദരേട്ടന്റെ കൈപ്പുണ്യ അത് അസാധ്യം തന്നെ. ഗിരിസാറ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുന്ന അറിഞ്ഞോണ്ടാ ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കിയത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഈ വീട്ടിൽ താമസിച്ചല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷായി. ഇപ്പഴാ ശരിക്കും ഇതൊരു വീടായത്. ഇനി ഗിരിസാറിനും സുമിത കുഞ്ഞിനും ഒരു കുഞ്ഞും കൂടി ആയ എല്ലാം പൂർണ്ണമായി. ഇപ്പഴാ ദാമോദരേട്ടാ ഞങ്ങളുടെ ജീവിതത്തിലെ പല പല കാര്യങ്ങളും ഒന്ന് സെറ്റായത്, അല്ലേ സുമി? ഇനിയെല്ലാം എന്റെ വഴിക്ക് നടന്നോളൂ. പിന്നെ പ്രതീക്ഷയുടെ കല്യാണം കൂടി കഴിഞ്ഞതോടെ ഒരു ഏട്ടൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നു എന്നൊരു ഫീല്. മൊത്തത്തിൽ ഞാനിപ്പോ ഒന്ന് ഫ്രീ ആയ പോലെ. ഇനിയിപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ സുമി. നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോയാലോ? പണ്ട് മുടങ്ങിപ്പോയ ഹണിമൂൺ ട്രിപ്പ്. സുമി, എനിക്ക് നന്നായിട്ട് വേദനിച്ചു കേട്ടോ. അല്ല, ഹണിമൂൺ ട്രിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു ഒഫീഷ്യൽ ടൂർ ഉണ്ടായിരുന്നു. അതിന് സുമിയും കൂട്ടി പോയാലെന്ന് ആലോചിച്ചമ്മേ, അത്രേ ഉള്ളൂ. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോ ഗിരി ഇതൊക്കെ കഴിച്ചിട്ട് ഓഫീസ് പോകണം. പിന്നെ അങ്ങനെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഒഴിഞ്ഞ് ഫ്രീ ആയെന്ന് കരുതണ്ട ഗിരി. ദാമോദരൻ പറഞ്ഞതുപോലെ സുമി ഒരു അമ്മയാവണം. അതിനി ഒട്ടും വൈകരുത്. അമ്മ പേടിക്കേണ്ടതേ, ദൈവം സഹായിച്ച് എല്ലാം പെട്ടെന്ന് തന്നെ നടക്കും. അമ്മയുടെ പ്രാർത്ഥന മാത്രം ഉണ്ടായാൽ മതി.
ആ സുമി, നീ ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? അതോ വൈകിട്ട് ഞാൻ വരുന്ന വഴിക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യണം? വീട്ടിൽ പോണം ഗിരി. പോവാതിരുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. അല്ല, പക്ഷേ അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ, ആ, എന്റെ കാര്യം ഓർത്തേ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. ഇവിടെ എനിക്ക് കൂട്ടിന് ദാമോദരനുണ്ടല്ലോ. ഇന്ന് രാവിലെ പ്രതീക്ഷ എന്നെ വിളിച്ചിരുന്നു. ഞാനില്ലാതെ അവൾക്ക് തീരെ ശരിയാവുന്നില്ലെന്ന്. അഭിലാഷും അവളും കൂടി 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞു. അതേതായാലും നന്നായി അല്ലേ? അമ്മയ്ക്ക് ഒരു സമാധാനമാവുമല്ലോ. ഉം. അല്ലെങ്കിൽ 24 മണിക്കൂർ അമ്മ പ്രതീക്ഷയെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. അവര് രണ്ടുപേരും കൂടി ഇവിടെ വന്ന് താമസിക്കുന്ന കാര്യത്തില് അഭിലാഷിന് സമ്മതാണോ? അതെ, അവൻ അതിൽ എതിർപ്പൊന്നുമില്ല. സത്യത്തിൽ അഭിലാഷ് ഒരു നല്ല പയ്യനാ. അവന്റെ വീട്ടുകാരും അതെ. പിടിവാശിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പ്രതീക്ഷയുടെ സങ്കടം മനസ്സിലാക്കി ഇവിടെ വന്ന് താമസിക്കാൻ അവന് മനസ്സ് വന്നല്ലോ. അത് തന്നെ വലിയൊരു കാര്യമല്ലേ? ഉം. എന്തായാലും വളരെ നല്ലൊരു ചെക്കനെയാണ് നമ്മുടെ പ്രതീക്ഷയ്ക്ക് കിട്ടിയത്. എന്തായാലും ഞങ്ങളോടൊപ്പം നിൽക്കാൻ നീ എടുത്ത ഈ തീരുമാനം ശരിയായ ഒരു തീരുമാനം തന്നെയാണ്. നീ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് നിനക്കൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അത്രയ്ക്ക് ഉയർച്ചയായിരിക്കും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അധികം താമസിക്കാതെ കമ്പനിയുടെ അധികാരങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ പോവുകയാണ്. എന്തു മാറ്റം? നിന്റെ പുന്നാരളിയൻ ഗിരിധർ നമ്പ്യാരെ ഞങ്ങള് സൈഡാക്കാൻ പോകും. ഇപ്പൊ ഗിരിയുടെ വാലാട്ടിപ്പട്ടികളായി നടക്കുന്ന സകലതിനെ എടുത്ത് കളഞ്ഞിട്ട് കമ്പനിയിൽ ഒരു ശുദ്ധി കലശം നടത്താൻ പോവാണ് ഞങ്ങള്. അപ്പോ എന്റെ പണിയും പോവോ? അതിന് നീ ഗിരിധർ നമ്പ്യാരുടെ മുന്നിൽ പാലാട്ടുന്നത് ആത്മാർത്ഥമായിട്ടല്ലല്ലോ. അത് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് നിന്റെ പണി തെറിക്കില്ല. ഞങ്ങളുടെ കൂടെ നിന്നാൽ നിന്റെ ജോലി തീർക്കത്തില്ല എന്ന് മാത്രമല്ല, ചിലപ്പോ പ്രമോഷനും കിട്ടും. അങ്ങനെയായാൽ വലിയ ഉപകാരം. ദേ, കൂടെ നിന്നവരെ ഞങ്ങൾ ചതിക്കില്ല, ചതിച്ചവരെ കൂടെ നിർത്താറുമില്ല. ഗിരിയേട്ടനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നീ ഞങ്ങളുടെ ആളായി കൂടെ നിൽക്കണം. നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. എന്തിനു വേദനും കൂടെ ഞാനുണ്ട്. പക്ഷേ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണം എന്ന് പറയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ നാളെ എനിക്ക് ഗുണം ഉണ്ടാവണം. അല്ലാതെ കാര്യം കഴിഞ്ഞിട്ട് പറ്റിക്കരുത്. അതിനെന്താ സംശയം? ഈ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും പറയുന്ന ഉറപ്പ് മാത്രം പോരെ? മതി, എനിക്ക് ആ ഉറപ്പ് മാത്രം മതി. അതൊക്കെ പോട്ടെ. നീയും പ്രതീക്ഷയും കൂടി ആ മഹാലക്ഷ്മിയുടെ വീട്ടിലേക്ക് താമസം മാറുന്ന കാര്യം എന്തായി? ആ കാര്യം ഞാൻ പ്രതീക്ഷയോട് സൂചിപ്പിച്ചു. അവൾക്കത് കേട്ടപ്പോ വലിയ സന്തോഷമായി. ഞാനങ്ങനെ അവിടേക്ക് താമസം മാറിയ മഹാലക്ഷ്മി അമ്മയുടെ മനസ്സിൽ നല്ലൊരു ഇമേജ് കെട്ടിപ്പടുക്കാൻ സാധിക്കും. ഇമേജ് കെട്ടിപ്പടുക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ നീ കൂടെ അവിടെ താമസിക്കാൻ പോകുന്നതിന്റെ ഗുണം ഞങ്ങൾക്ക് കൂടി ഉണ്ടാവണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.